നമസ്കാരം. ധ്വനിയുത്തമൻ. ശാസ്ത്രലോകത്തെ പുരോഗതിയുടെ നേട്ടം അനുഭവിക്കേണ്ടത് അതിന്റെ അവകാശികൾ നമ്മൾ ജനങ്ങൾ തന്നെയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് 7 ദിവസം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകാൻ ശേഷിയുള്ള 4 രാജ്യങ്ങളിലൊന്നാണ് ഭാരതം. 2000 കോടി മുടക്കിയാണ് ഇത്തരം ആധുനിക സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പതിറ്റാണ്ടുകളായിട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ നടക്കുന്ന ഉരുൾപൊട്ടലിൽ 60% മരണം നടക്കുന്നതും കേരളത്തിലാണ്. അതിൽ ഏറ്റവും ഭീഷണിയുള്ള സ്ഥലം വയനാടാണ്. 4000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്ന റിപ്പോർട്ടുകൾക്ക് കുറച്ച് പഴക്കമുണ്ട്. കയ്യേറ്റവും ഖനനവും ഒക്കെ അവസാനിപ്പിക്കുക എന്ന ഉത്തരവിനൊന്നും കേരളത്തിൽ ഒരു വിലയുമില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം വലിയ ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മുന്നറിയിപ്പുകളെ കേരള സർക്കാർ കൃത്യമായിട്ട് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ദുരന്തം കാണേണ്ടി വന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ നോട്ടീസ്, റെഡ് അലേർട്ട് പറയുക, നോട്ടീസ് വിതരണം ചെയ്യുക, അനൗൺസ്മെന്റുകൾ കൊടുക്കുക, പത്രമാധ്യമങ്ങളിൽ കൊടുക്കുക, അവരെ നിർബന്ധിച്ച് ക്യാമ്പുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മളുടെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു, 20 മീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ പ്രളയം പോലുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ ജാഗ്രത പാലിക്കണം, ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാത്തത് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇത്ര വലിയ ഒരു ദുരന്തം കാണേണ്ടി വരില്ല. ഒരു പൂച്ചക്കുഞ്ഞിന്റെ ജീവന് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഓഖിയാണെങ്കിലും പ്രളയമാണെങ്കിലും മുന്നറിയിപ്പുകൾ കൃത്യമായി കേന്ദ്രം തന്ന് അതിനെ അവഗണിച്ചതാണ് നമ്മൾ എന്നത് നന്നായിട്ട് അറിയാവുന്നവരാണ്. കാരണം ഇത് പറയാൻ കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. അവർക്ക് നൽകാം, നൽകാതിരിക്കാം. പക്ഷെ ആ കാണിക്കുന്ന ശുഷ്കാന്തി ഇവിടെ ഈ ഒരു മുന്നറിയിപ്പ് വന്ന സമയത്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് കാണാം ഓരോ കവലകളിലും ബക്കറ്റ് പിരിവ് നടക്കുന്നതും ഓരോരുത്തരും വീടുകളിൽ കയറി ചെന്ന് പിരിവെടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു കാര്യം ആ മുന്നറിയിപ്പ് വരുമ്പോൾ അത്രയും ശുഷ്കാന്തിയോടെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാവരും ഇറങ്ങി ചെയ്തിരുന്നുവെങ്കിൽ ഈ ദുരന്തത്തിൽ ഇത്രയും മരണം സംഭവിക്കില്ല. കേരളം ഇതുപോലെ നടുങ്ങില്ലായിരുന്നു. ദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയം പാടില്ല എന്നതിനോട് ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതെങ്കിൽ കൃത്യമായി അവർ തന്നെ ഇതിന് മറുപടി തരേണ്ടതുണ്ട്. അവിടെ ഇവിടെയും പോയിട്ടല്ല ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുള്ളത്, പാർലമെന്റിൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലേക്ക് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയിലെ 9 അംഗ സംഘത്തെ കേരളത്തിലേക്ക് മുൻകൂട്ടി അയച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എവിടെയാണ് വീഴ്ച വന്നത്? കൃത്യമായി അത് പറയേണ്ടത് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സർക്കാരാണ്. അവർ അതിന് കൃത്യമായി ജനങ്ങളോട് മറുപടി പറയേണ്ടത്.